A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Aishwarya Institute of Nursing Sciences. Sri Vivekananda Padana Kendram, Palemad, Edakara. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. ഭൂരഹിതരായ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ജില്ലയിലെ 7 താലൂക്കുകളിലായി നടന്ന പട്ടയമേളയിൽ 2187 പട്ടയങ്ങൾ വിതരണം ചെയ്തു. എല്ലാ താലൂക്കുകളിലെയും പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കുറച്ചുകൂടി വേഗതയിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എന്തുണ്ട് മാർഗം? സാധാരണ ഒരേ കാര്യത്തിനു തന്നെ, ഒരേ സർട്ടിഫിക്കറ്റിനു തന്നെ പല സ്ഥാപനങ്ങൾക്കായി പലതവണ കൊടുക്കേണ്ടി വരുന്ന ആളുകൾ, തുടർച്ചയായി ഓരോ ആവശ്യത്തിനും വീണ്ടും വീണ്ടും സർട്ടിഫിക്കറ്റ് തേടേണ്ടി വരുന്ന ആളുകൾ, അവരെല്ലാം അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധയപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് എല്ലാ വില്ലേജുകളിലും പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ വില്ലേജുകളിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയും ഭൂമിയിലെ കെട്ടിടവും അതുൾപ്പെടെയുള്ള വിശദാംശങ്ങളും സംബന്ധിച്ച് സമ്പൂർണമായി മനസ്സിലാക്കാൻ കഴിയുന്ന റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് പോവുകയാണ്. അതായത് ഒരാളുടെ പേരിലുള്ള ഭൂമി, അതിനെ അടച്ചുകൊണ്ടിരിക്കുന്ന ടാക്സ്, അയാളുടെ മറ്റു വിശദാംശങ്ങൾ, ഈ ഭൂമിയുടെ തരം, സ്വഭാവം, ഈ ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടം, അതിനടയ്ക്കുന്ന ഫീസ്, ഇതെവിടെയെങ്കിലും പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടോ എന്നതടക്കം ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട 14ഓളം വരുന്ന വിവരങ്ങൾ, എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് അടക്കം നേരിട്ട് ചിപ്പ് ഘടിപ്പിച്ച ATM കാർഡിന്റെ വലിപ്പമുള്ള കാർഡിലേക്ക് മാറ്റി അതൊരു കൺക്ലൂസീവായ അഭിപ്രായമായി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ അതേ വിശ്വസതയോടുകൂടി വിതരണം ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിൽ 2032 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 155 ഭൂപതിവ് പട്ടയങ്ങളും ഉൾപ്പെടും. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമി ഹാളിൽ നടന്ന കൊണ്ടോട്ടി താലൂക്ക് പട്ടയമേളയിൽ 110 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന തിരൂർ താലൂക്ക് തല പട്ടയമേളയിൽ 215 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന തിരൂരങ്ങാടി താലൂക്ക് തല പട്ടയമേളയിൽ 272 പട്ടയങ്ങൾ വിതരണം ചെയ്തു. തിരൂരങ്ങാടി MLA KPA മജീദ് അധ്യക്ഷത വഹിച്ചു. MLAമാരായ PK കുഞ്ഞാലിക്കുട്ടി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഏറനാട് താലൂക്ക് പട്ടയമേളയിൽ 219 പട്ടയങ്ങൾ വിതരണം ചെയ്തു. നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന നിലമ്പൂർ താലൂക്ക് തല പട്ടയമേളയിൽ 116 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ആര്യടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. പൊന്നാനി താലൂക്കിൽ 145 പട്ടയങ്ങൾ വിതരണം ചെയ്തു. P നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഇന്ന് വൈകുന്നേരം 3:30 മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത്. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.